മെറ്റയുടെ ഫൗണ്ടർ മാർക്ക് സക്കർബർഗ് ഡ്രോപ്പ് ഔട്ട് ആയത് നമ്മുടെ ആപ്പൂപ്പ പാരലൽ കോളേജിൽ നിന്നല്ല. അദ്ദേഹം ഹാർവർഡ് ഡ്രോപ്പ് ഔട്ടാണ്, അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് ഡ്രോപ്പ് ഔട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 8ാം ക്ലാസ്സും ഗുസ്തിയുള്ള മില്യനേഴ്സിന് എത്ര പേര് നിങ്ങൾക്കറിയാം? ഉണ്ടാവും, വിരലിലെണ്ണാവുന്ന ആളുകളുണ്ടാവും. പക്ഷേ 8ാം ക്ലാസ്സും ഗുസ്തിയുള്ള ആളുകൾ മിക്കവാറും കൂലിപ്പണിക്കാരും അല്ലെങ്കിൽ സാധാരണ ബ്ലൂ കോളർ ജോബ് ചെയ്യുന്ന ആളുകളാണെന്നുള്ളതാണ് ആക്ച്വൽ റിയാലിറ്റി. അത് വളരെ വൈഡായിട്ട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മേ ബി കുറേ റീച്ചും എൻഗേജ്മെൻറ്റും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു. എൻ്റെ വിദ്യാഭ്യാസമില്ലായ്മയാണ് എൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരു റോങ് മെസ്സേജ് ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് കൂടി അത് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നല്ലതായിരിക്കും. കൗണ്ടർഫീറ്റ് എക്കണോമി എന്ന് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളൊരു ആർമി ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്, ലോകത്തിൻ്റെ ഏറ്റവും വലിയ ത്രെറ്റാണ് കൗണ്ടർഫീറ്റ് എക്കണോമി. ഫുൾ ടെററിസം ഫണ്ട് ചെയ്യുന്ന കൗണ്ടർഫീറ്റ് എക്കണോമിയാണ്. കോപ്പി ക്യാറ്റ്സ് ബിസിനസ്സുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ദ ഓർഡിനറി എന്നുള്ളതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ മിനിമലിസ്റ്റ് ദ ഓർഡിനറി എന്ന് പറഞ്ഞിട്ട് വെക്കുന്നില്ലല്ലോ. ഹൗ ഓഡിയൻസ് ക്യാൻ ഐഡൻറ്റിഫൈ യു ഈവൺ ഇൻ ദി ക്രൗഡഡ് ഇ-കൊമേഴ്സ് ഫീൽഡ് അല്ലെങ്കിൽ ഗാർമെൻറ്റ് ഫീൽഡ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഗൈഡൻസ് തരാൻ പറ്റും? അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി നിർബന്ധമാണ്. നമ്മൾ കാഷ്വൽ ബ്രാൻഡാണെങ്കിൽ കാഷ്വൽസ് ഉണ്ടാക്കുക. നമുക്ക് ലീവൈസ് എന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ തന്നെ? ജീൻസ് മാത്രമേ ഓർമ്മ വരുള്ളൂ. മറ്റെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. ലോകം വർക്ക് ചെയ്യുന്ന ആരുടെയൊക്കെയോ പ്ലാനിൽ തന്നെയാണ്. പ്ലാൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു വിധത്തിൽ ബിസിനസ്സോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ ഉണ്ട്. ഇല്ലെങ്കിൽ എഡ്യൂക്കേഷനും ബിസിനസ്സൊക്കെ അറിയുന്ന ആളുകളെ കാശ് കൊടുത്ത് അവർ ഇരുത്തിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക. ഈ 1 മിനിറ്റ് MBA എന്താണ്, എന്തിനാണ്, ആർക്കു വേണ്ടിയാണ്, ഒന്ന് സിമ്പിളായിട്ട് പറയാമോ? വെൽക്കം ടു ഗ്രോ ടോക്സ്. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചുറ്റിനും നോക്കിയാൽ, നിങ്ങളിരിക്കുന്ന മുറിയിൽ നിങ്ങൾ കാണുന്ന എല്ലാ വസ്തുക്കളും ഒരു പ്രൊഡക്റ്റാണ്. ഏതോ ഒരു ബിസിനസ്മാൻ സെല് ചെയ്ത പ്രൊഡക്റ്റാണ്. നിങ്ങളിരിക്കുന്ന കസേര, ഈ മൊബൈൽ ഫോൺ, ഫാൻ, ലൈറ്റ്, ടേബിള്, എനിത്തിങ് ആൻഡ് എവറിത്തിങ്, ഈവൻ നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാ നിമിഷവും എല്ലാ ദിവസവും ഏതോ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. സംടൈംസ് ആസ് എ കസ്റ്റമർ, സംടൈംസ് ആസ് എ കൺസ്യൂമർ, സംടൈംസ് ആസ് എ പ്രൊഡ്യൂസർ, സംടൈംസ് ആസ് എ സെല്ലർ. പല പല രീതികളിൽ. നിങ്ങൾ ഇതിൽ ആരാണ്? നമ്മളെല്ലാവരും കൺസ്യൂമറാണ്, നമ്മളെല്ലാവരും കസ്റ്റമറുമാണ്. ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിസിനസ്സിനെ കുറിച്ചാണ്. ഒരു സാധാരണക്കാരനും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയും മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കുഞ്ഞു ടിപ്സിനെ കുറിച്ച് സംസാരിക്കുന്ന 1 മിനിറ്റ് MBA എന്ന് പറയുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോഗ്രാം തുടങ്ങി വെച്ചിട്ടുള്ള 10-12 വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള മിസ്റ്റർ അബ്ബാസ് അദ്ദരയാണ് നമ്മളുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. അദ്ദേഹത്തിന് ഗാർമെൻറ്റ് മേഖലയിലുള്ള എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ, അദ്ദേഹം ഒരു MBA ക്വാളിഫൈഡ് വ്യക്തിയാണ്, അദ്ദേഹം ഒരു BTech ക്വാളിഫൈഡ് വ്യക്തിയാണ്, അദ്ദേഹത്തിന് സ്വന്തമായി തന്നെ ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിലെല്ലാത്തിനും ഉപരി അദ്ദേഹം ഒരു ഇൻവെസ്റ്ററും കൂടെയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയാം എന്തൊക്കെയാണ് ഏതൊരു കോമൺ മാനും ഒരു ബിസിനസ് മാനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വൈ ഹീ ഈസ് ഡൂയിങ് ദിസ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, സോ ലെറ്റ്സ് ഇൻവൈറ്റ് മിസ്റ്റർ അബ്ബാസ്. അബ്ബാസ്, വെൽക്കം ടു ഗ്രോ ടോക്സ്. താങ്ക് യു. അബ്ബാസിൻ്റെ ഈ ഒരു നമ്മൾ കുറച്ച് മുന്നേ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു കാര്യമാണ്. അത് എവ്രിബഡി ഈസ് പാർട്ട് ഓഫ് എ ബിസിനസ്, അറിഞ്ഞോ അറിയാതെയോ. ശരിക്ക് നമ്മളെ അവെയർ ആണെന്നുണ്ടെങ്കിൽ പക്ഷേ ഒരു കസ്റ്റമർക്കും നാളെ ഒരു ബിസിനസ് ഓണറായിട്ട് മാറാൻ പറ്റും ബൈ ഒബ്സർവിങ് ദ തിങ്സ്. ആസ് എ കൺസ്യൂമർ അവനെ തന്നെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അറിയാൻ പറ്റും ഞാൻ ഏത് പ്രൊഡക്റ്റാണ് വാങ്ങുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് വാങ്ങുന്നത്, നാളെ എന്നെപ്പോലെ ഒരു 1000 പേര് ഇപ്പുറത്തുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുമോ. ഇങ്ങനെയൊക്കെ ഒരാളുടെ ട്രാൻസ്ഫോർമേഷൻ ഇത് നല്ലൊരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ആദ്യം അബ്ബാസിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകാം. എവിടെയാണ് വീട്, എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്? ഓക്കെ, എൻ്റെ പേര് അബ്ബാസ് അദ്ദര എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ തൃത്താല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. എഡ്യൂക്കേഷൻ പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു. സ്കൂളിംഗ് നാട്ടിലായിരുന്നെങ്കിലും പിന്നീട് ഞാൻ എൻജിനീയറിംഗ് പഠിച്ചു. അത് കഴിഞ്ഞ് MBA പഠിക്കാൻ ചണ്ഡീഗഡിലേക്കാണ് പോയത്. യൂണിവേഴ്സിറ്റി ബിസിനസ് സ്കൂൾ ചണ്ഡീഗഡിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ജോലി കിട്ടിയെങ്കിലും ബിസിനസ്സിൽ ജോയിൻ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ബ്രദേഴ്സ് റൺ ചെയ്യുന്ന ഗാർമെൻറ്റ്സ് ബിസിനസ്സിലാണ് ജോയിൻ ചെയ്തത്. കഴിഞ്ഞ 12 വർഷമായിട്ട് അല്ലെങ്കിൽ 10-12 വർഷമായിട്ട് അതിൻ്റെ ഭാഗമാണ്. അതിനുശേഷം അതിൻ്റെ ഇടയിൽ വെച്ച് വീണ്ടും ഒരു എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് MBA കൂടി ചെയ്തു. MBAക്ക് ശേഷം ജോലി കിട്ടിയെങ്കിലും അത് വേണ്ടെന്ന് വെച്ച് ബിസിനസ് ചെയ്യാൻ താല്പര്യം കാണിച്ച് അതിലേക്ക് ഇറങ്ങിയതാണ്. ഓൾമോസ്റ്റ് 10 വർഷമായിട്ട് ഇപ്പോൾ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാർമെൻറ്റ് ബിസിനസ്സാണ് പ്രൈമറി ബിസിനസ്. അതൊരു ലൈഫ് സ്റ്റൈൽ ബിസിനസ്സാണ്. ഫാമിലി ലൈഫ് സ്റ്റൈൽ ബിസിനസ്സായിട്ട് റൺ ചെയ്യുന്നു.
അത് കൂടാതെ പേഴ്സണലി മറ്റ് പല ഇൻവെസ്റ്റ്മെൻറ്റുകളും പല രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അബ്ബാസ് ഒരു MBA 1 മിനിറ്റ് MBA എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അങ്ങനെ പേര് വെക്കാൻ കാരണം എന്താണ്? നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എവറിത്തിങ് അറൗണ്ട് അസ് ഈസ് ബിസിനസ്. നമ്മൾ കാണുന്ന എല്ലാം ഒരു ബിസിനസ്സാണ്. നമ്മൾ കാണുന്ന പ്രൊഡക്ട്സ് ആവട്ടെ, സർവീസുകളാവട്ടെ, നമ്മൾ ചുറ്റും കാണുന്ന എന്തും ഒരു ബിസിനസ്സാണ്. നമ്മൾ റൺ ചെയ്യുന്ന ഗവൺമെൻറ്റിൽ ബിസിനസ് ഉണ്ട്, നമ്മൾ റൺ ചെയ്യുന്ന ഗവൺമെൻറ്റുകളിലെ പൊളിറ്റിക്സിൽ ബിസിനസ് ഉണ്ട്, നമ്മൾ ചുറ്റും കാണുന്ന ഫെയ്ത്തിൽ ബിസിനസ് ഉണ്ട്, എല്ലാത്തിനകത്തും ബിസിനസ് ഉണ്ട്. അപ്പോൾ ആ ബിസിനസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ബിസിനസ്സാണെന്ന് മനസ്സിലാക്കാനും അതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാനും അതിൽ നിന്ന് ലേൺ ചെയ്യാനും ഒരു പക്ഷേ അത്തരത്തിലുള്ള ബിസിനസ്സുകൾ തുടങ്ങാനും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ ബെറ്റർ ആക്കാനും കഴിയും ഒരു ആലോചനയിൽ നിന്നാണ് അത്തരത്തിൽ ഒരു 1 മിനിറ്റ് MBA എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. 1 മിനിറ്റ് എന്ന് പേരിടാൻ കാരണം റീലിൻ്റെ സൈസിലേക്ക് വരാൻ വേണ്ടിയാണ്. പക്ഷേ MBAയുടെ ചില ആശയങ്ങൾ അല്ലെങ്കിൽ എല്ലാ ആശയങ്ങളും ഒരുപക്ഷെ പറ്റില്ലായിരിക്കാം. MBA ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണിത്. ബേസിക്കലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ചാനലായിരിക്കും 1 മിനിറ്റ് MBA. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയിരിക്കും. കുറച്ചുകൂടി ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇന്നത്തെ സോഷ്യൽ മീഡിയക്ക് ആവശ്യമാണ്. റാൻഡം ആയിട്ടുള്ള നോളജാണ് അല്ലെങ്കിൽ ഇൻഫർമേഷനാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പലപ്പോഴും കിട്ടുന്നത്. ഇതിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ എനിക്കറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില വിഷയങ്ങൾ ഇതാണോ അതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും വരും. അത് 2 പേഴ്സ്പെക്റ്റീവ് ആവാം എന്നുള്ളത് ഒബ്വിയസ്ലി ഇത് ട്രൂ ആണ്. 2 പേഴ്സ്പെക്റ്റീവ് ആവാം. അത് എക്സ്പീരിയൻസിൽ നിന്ന് പറയുമ്പോൾ പല പേഴ്സ്പെക്റ്റീവുകളാവാം. പക്ഷേ അക്കാഡമിക് ഒരു ബാക്കപ്പ് കൂടി അതിനുണ്ടാവുമ്പോൾ ആ പേഴ്സ്പെക്റ്റീവിന് കുറച്ചുകൂടി സോളിഡ് സ്വഭാവം ഉണ്ടാവും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. എനിക്കൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എൻ്റെ എക്സ്പീരിയൻസ് കൂടി ചേർത്ത് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി സോൾഡിഫൈ ചെയ്ത് അവതരിപ്പിക്കാൻ കഴിയുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അത് ചെയ്യുന്നത്. അബ്ബാസ് ഒരു MBA ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അതോടൊപ്പം ഒരു ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ട്രെയിനിങ് ചെയ്യുന്നതിനോട് അബ്ബാസിൻ്റെ അഭിപ്രായം എന്താണ്? ട്രെയിനിങ്, കോച്ചിങ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇതൊക്കെ നമുക്ക് എല്ലായിടത്തുനിന്നും എടുക്കാം. അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ പണം ചിലവഴിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമയം ചിലവഴിച്ച് ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയിൽ അത് എത്രത്തോളം ഉൾക്കൊള്ളിക്കണമെന്നുള്ള ആ ഒരു ചിന്തിക്കാനുള്ള പവർ. നേരത്തെ പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അവിടെ കണ്ടിരുന്നു, ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ മറ്റാരെ ഏൽപ്പിക്കരുതെന്ന്. അത് നമ്മൾ തന്നെ ചെയ്യണം. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ മോട്ടിവേഷൻ എടുക്കാം, എവിടെ നിന്ന് വേണമെങ്കിൽ ട്രെയിനിങ് എടുക്കാം. ഇപ്പോൾ ഞാൻ നാളെ വന്ന് എന്ത് മോട്ടിവേഷനോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള അക്കാഡമിക് ബാക്ക്ഡ് എക്സ്പീരിയൻസ് പറയുമ്പോഴും ഞാൻ ശ്രമിക്കുന്നത് ആളുകളെ കുറച്ചുകൂടി ബെറ്ററായിട്ട് തിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഏതെടുക്കണം എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഏതൊക്കെ എടുക്കാം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനും അല്ലെങ്കിൽ പറഞ്ഞു വെക്കാനും ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, വളരെ റാൻഡമായിട്ട് കേൾക്കാം, ഒരു സക്സസ്ഫുൾ ആകാനായിട്ട്, സക്സസ്ഫുൾ ബിസിനസ് മാൻ ആവാനായിട്ട് വിദ്യാഭ്യാസം ആവശ്യമേ ഇല്ല. പല ആൾക്കാരും കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, അല്ലെങ്കിൽ ഞാൻ 8ാം ക്ലാസ് പഠിച്ചു പക്ഷെ ഇന്ന് ഞാനൊരു ബില്യനെയറാണ്. പല ആൾക്കാരെയും നമ്മൾ പ്രത്യേകിച്ച് കുട്ടികൾ വരെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപാട് പേര് കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പഠിക്കാതെയും നിങ്ങൾക്ക് മില്യനെയർ ആവാം, പഠിച്ചവർ ജോലിക്കാരെ ആകുന്നുള്ളൂ എന്നൊക്കെ. എന്താണ് അബ്ബാസിൻ്റെ അഭിപ്രായം? അത് ക്ലിയർലി ഒരു റോങ് തിങ് ടു ഡു ആണ്. കാരണം ഈ 8ാം ക്ലാസ്സും ഗുസ്തിയുള്ള മില്യനേഴ്സിന് എത്ര പേര് നിങ്ങൾക്കറിയാം? ഉണ്ടാവും, വിരലിലെണ്ണാവുന്ന ആളുകളുണ്ടാവും. പക്ഷേ 8ാം ക്ലാസ്സും ഗുസ്തിയുള്ള ആളുകൾ മിക്കവാറും കൂലിപ്പണിക്കാരും അല്ലെങ്കിൽ സാധാരണ ബ്ലൂ കോളർ ജോബ് ചെയ്യുന്ന ആളുകളാണെന്നുള്ളതാണ് ആക്ച്വൽ റിയാലിറ്റി. അപ്പോൾ അതിനിടയിൽ വന്ന് ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം എൻ്റെ വിദ്യാഭ്യാസമില്ലായ്മയാണ് എൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരു റോങ് മെസ്സേജ് ഇനി വളർന്നു വരുന്ന കുട്ടികൾ കൂടി അത് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നല്ലതായിരിക്കും. ഒബ്വിയസ്ലി നിങ്ങൾ സക്സസ് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുതാക്കാൻ വേണ്ടി ഐ കെയിം ഫ്രം സീറോ എന്ന് പറയുന്നതുകൊണ്ട് യാതൊരു വിഷയവുമില്ല. പക്ഷേ അതിനെ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ, അതിനെ വല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ഇമ്പാക്റ്റാണ് വളർന്നു വരുന്നൊരു കുട്ടിയിലേക്ക് എത്തിക്കുന്നത്. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത്ര മില്യനെയറായി, എന്നിട്ടും ഞാൻ ഇത്ര വലിയ മില്യനെയറായി അല്ലെങ്കിൽ ബില്യനെയറായി, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയരുത്. നിങ്ങൾ സ്കൂളിൽ പോകാതെയും മില്യനെയർ ആവാം അങ്ങനെ എന്ന് പറയുന്നിടത്ത് കുഴപ്പമില്ല. സ്കൂളിൽ പോയിട്ടില്ല അതുകൊണ്ട് പഠിപ്പ് ആവശ്യമില്ല എന്ന് പറയുന്ന റോങ് മെസ്സേജാണ്. പിന്നെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ്, കോളേജ് ഡ്രോപ്പ് ഔട്ട്സിനെ കുറിച്ച് എല്ലാവരും കോട്ട് ചെയ്യുന്നൊരു പേരാണ് മാർക്ക് സക്കർബർഗ്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റയുടെ ഫൗണ്ടർ, അദ്ദേഹം ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണെന്നും അതുകൊണ്ട് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആവുന്നത് നല്ല കാര്യമാണെന്നുള്ള രീതിയിലേക്ക് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മെറ്റയുടെ ഫൗണ്ടർ മാർക്ക് സക്കർബർഗ് ഡ്രോപ്പ് ഔട്ട് ആയത്
നമ്മുടെ ആപ്പൂപ്പ പാരലൽ കോളേജിൽ നിന്നല്ല, അദ്ദേഹം ഹാർവർഡ് ഡ്രോപ്പ് ഔട്ടാണ്, അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് ഡ്രോപ്പ് ഔട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാർവർഡിലും സ്റ്റാൻഫോർഡിലും IIMലും IITയിലും ഒക്കെ കയറണമെങ്കിൽ എത്ര ഫിൽറ്റേഴ്സ് കടന്ന് അവിടെ എത്തണം. അവർ ഓൾറെഡി നല്ല ഐക്യവും നല്ല ഇൻ്റലിജൻസ് ഉള്ള ആളുകളാണ് ഓൾറെഡി. അപ്പോൾ അവർ അവിടെ എത്തിക്കഴിഞ്ഞ് അവർക്കത് വേണ്ട, അതല്ലാണ്ട് തന്നെ നമുക്ക് സാധിക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസിൻ്റെ പുറത്ത് ഇറങ്ങി വന്നതിനെ നമ്മൾ സാധാരണ ഒരു പാരലൽ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ജീവിതം അങ്ങനെ തന്നെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അബ്ബാസ് പറഞ്ഞ പോലെ പല കമ്പനികളുടെയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ചീഫ് മാനേജ്മെന്റ് പൊസിഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യുന്നത് വെൽ എഡ്യൂക്കേറ്റഡ്, ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ CEO റാങ്കിലുള്ള ആൾക്കാർ മാക്സിമം MBA ക്വാളിഫൈഡ് ആയിരിക്കും, അല്ലേ? പക്ഷേ ഇതില്ലാതെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു ട്രേഡ് സീക്രട്ട് ഉണ്ടായിരിക്കും, ആ ഒരു ബിസിനസ്സിന് USP അറിയുമായിരിക്കാം. പക്ഷെ എന്നാലും വെൻ വി ബിൽഡ് എ ബിഗ് ഓർഗനൈസേഷൻ, വലിയ മാർക്കറ്റുകളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ എഡ്യൂക്കേഷൻ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു എലമെൻറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 1 minute MBA അല്ലെങ്കിൽ ഇപ്പോൾ അബ്ബാസ് ചെയ്തിരിക്കുന്ന MBA എക്സിക്യൂട്ടീവ് MBA ഫ്രം IIM, ഇതിൻ്റെ റെലവൻസിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. കാരണം ഈവൻ പലപ്പോഴും MBA പോലും ഭയങ്കര ഡൈല്യൂട്ടായി പോയോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ എന്ത് സാധനം വളരെ സുലഭമായി മാർക്കറ്റിൽ ലഭിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതിന് വിലയില്ല. ഒരു സമയത്ത് MBBS എടുത്തിട്ട് എന്തിനാണെന്ന് ചോദിക്കുന്ന ആളുകളെ വരെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇത് MBBSൻ്റെ പ്രശ്നമോ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രശ്നമോ MBAയുടെ പ്രശ്നമൊന്നുമല്ല, എവിടുന്ന് എടുക്കുന്നു. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഫിൽട്ടർ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ജോലി കിട്ടുമ്പോൾ ആ ഫിൽട്ടർ ഓട്ടോമാറ്റിക്കലി സൊസൈറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് ഇടും. അതായത് പഠിക്കുമ്പോൾ ഇടുന്ന ഫിൽട്ടറാണ് എൻട്രൻസ് എക്സാം. പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലോ അല്ലെങ്കിൽ എളുപ്പം കിട്ടുന്ന ഏതെങ്കിലും കോളേജിൽ പോയിട്ട് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോയി ഏറ്റവും കംഫർട്ടബിളായ സിറ്റി പോയി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സ്ഥലത്തല്ല പഠിക്കുന്നതെങ്കിൽ നമുക്ക് ജോലി കിട്ടുമ്പോൾ ബുദ്ധിമുട്ട് നമ്മൾ നേരിടേണ്ടി വരും. അതിലും നല്ലത് എൻട്രൻസ് എക്സാമിലും ബുദ്ധിമുട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് എൻട്രൻസ് എക്സാമിൽ എഴുതി പഠിച്ചവർ മാത്രമേ സക്സസ്ഫുൾ ആവൂ എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ കോൺസെപ്റ്റിനെതിരായിട്ടുള്ള കണ്ടിന്യൂറ്റിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് പഠിക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനെതിരായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇത്തരം ഈ 300, 400, 500, 1000, 10,000 കോടിയുടെ ടേൺ ഓവറൊക്കെ ചെയ്യുന്ന ഈ ബിസിനസ് ഓണേഴ്സ് അവരെല്ലാം ആ ബിസിനസ് റൺ ചെയ്യണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരാ സീഡ് പ്രോസസ്സ് കൊണ്ടുവന്നു, അവരൊരു സീഡ് പ്ലാൻ ചെയ്തു, അതിനൊരു MVP എത്തുന്ന വരെ, ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റിലേക്കോ എത്തുന്നത് വരെ അത് എത്തിച്ചു. അത് കഴിഞ്ഞ് അവർ കൺസൾട്ടേഷൻ എടുത്തു അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് കൊടുത്തു, നല്ല ആളുകളെ ഹയർ ചെയ്തു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഗ്രോ ചെയ്തു. ഇനി അതുപോലെ തന്നെ ആ ഗ്രോ ചെയ്യുന്ന എല്ലാ സ്റ്റേജിലുള്ള കൺസൾട്ടൻസും എല്ലാ സ്റ്റേജിലുള്ള CXO ലെവലിലുള്ള ആളുകളെല്ലാം ഈ പറഞ്ഞ എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ്. ഞാൻ പറയുന്നു എനിക്ക് എഡ്യൂക്കേഷന് യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ എൻ്റെ സ്ഥാപനം റൺ ചെയ്യാൻ IIMs, IIT, ഹാർവർഡ് ആൾക്കാർ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മളെല്ലാവരും എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ റാഗ്സ് ടു റിച്ചസ് സ്റ്റോറിക്ക് എതിരല്ല. ഞാനും റാഗ്സ് ടു റിച്ചസ് സ്റ്റോറി ആഗ്രഹിക്കുന്ന ആളാവും, നിങ്ങളും ആഗ്രഹിക്കുന്ന ആളും, ഈ കാണുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ റോങ് മെസ്സേജുകൾ കൊടുക്കുന്നതിന് മാത്രമാണ് എതിര്. ഇനി MBA എന്നുള്ളത് മാത്രമല്ല, എല്ലാ എഡ്യൂക്കേഷണൽ ഡിഗ്രീസിനും എല്ലാ എഡ്യൂക്കേഷണൽ രീതികൾക്കും വാല്യൂ ഉണ്ടെന്നും സ്വാഭാവികമായിട്ടും ആ സിസ്റ്റത്തിലൊക്കെ പല എറേഴ്സും ഉണ്ടാവും, അല്ലെങ്കിൽ അത് അഡ്വാൻസ്ഡ് അല്ല എന്നൊക്കെ പറയും. പക്ഷേ ആ ബേസ് കിട്ടാതെ നമ്മൾ അതുകൊണ്ട് മറ്റേ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിയല്ല, അതുകൊണ്ട് നാളെ മുതൽ സ്കൂളിൽ പോയില്ലാന്ന് തീരുമാനിക്കുന്ന രീതിയെക്കുറിച്ച് മാത്രമാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. അത് വളരെ വൈഡായിട്ട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മേ ബി ഒരു കുറേ റീച്ചും എൻഗേജ്മെൻറ്റും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മളൊരു റീൽ ഇടുന്നത്, ഇപ്പോൾ ഞാനിടുന്ന റീലും റീച്ചും എൻഗേജ്മെൻറ്റ് കിട്ടുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ ഞാൻ വളരെ ഓണസ്റ്റായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 1 minute MBA എന്നല്ല, റീൽസിലേക്ക് തന്നെ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം വളരെ സോളിഡായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻസേഴ്സ് ലഭിക്കുന്ന, വളരെ സ്ട്രെങ്ത്തുള്ള ആൻസേഴ്സ് ലഭിക്കുന്ന, ഗൈഡൻസ് ലഭിക്കുന്ന ആളുകൾ കൂടി ഇതിനകത്ത് വേണം. എനിക്ക് മാത്രമല്ല, ഞാൻ നാളെ ചെയ്ത് തുടങ്ങുന്നത് കണ്ട് ഇതുപോലെ എന്നെക്കാൾ കഴിവുള്ള ഒരു 1000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുണ്ട്. അവർ വന്നത് ചെയ്തു കഴിഞ്ഞാൽ അത് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരോട് വരട്ടെ എന്നുള്ളൊരു മോട്ടിവേഷനാണ്. എനിക്ക് റീൽ ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൽട്ട് നേരിടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ഔട്ട്സൈഡ് റീൽ സംസാരിക്കാൻ അറിയുന്ന ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എനിക്ക് റീലിലേക്ക് വന്നാൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു 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 കൺഫൈൻഡ് എൻവയോൺമെൻറ്റിലേക്ക് വന്നാൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആളാണ്. എന്നിട്ട് ഞാനിത് ചെയ്യുന്നത് അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ, ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് ബിസിനസ് ചെയ്യരുതെന്ന് പറയുന്ന ഒരാളായിരിക്കും ഒരു പക്ഷേ ഞാൻ. അതായത് 1 minute MBAയിലൂടെ എല്ലാവരും MBA ചെയ്യുമെന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ ഞാൻ ഒരിക്കലും കൊടുക്കില്ല. പകരം നിങ്ങൾ ആലോചിച്ച് ചെയ്യൂ, നിങ്ങളിത് പഠിച്ചിട്ട് ചെയ്യൂ, സമാധാനത്തിൽ ചെയ്യൂ. എല്ലാവരും പറയും നല്ലോണം പഠിച്ചിട്ട് ചെയ്യണം. എന്ത് പഠിക്കണം എന്ന് മാത്രം പറയണില്ല. എന്താണ് പഠിക്കേണ്ടത്, നിങ്ങളുടെ മാർക്കറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ,
ഇത് പഠിക്കണമെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങി നോക്കൊന്നും വേണ്ട, എന്താ മാർക്കറ്റ് ഉണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള സെക്കൻഡറി റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ AI കുറച്ചുകൂടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ആൻസേഴ്സ് തരുന്ന മെഷീൻ ലേണിംഗ് സംവിധാനങ്ങളുണ്ട്. ഇതിലൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം സെക്കൻഡറി റിസർച്ച് ചെയ്തതിന് ശേഷം പിന്നെ പ്രൈമറി റിസർച്ചിലേക്ക് കടക്കുക, നേരിട്ട് മാർക്കറ്റിൽ പോയി അന്വേഷിക്കുന്നതും മറ്റു കാര്യങ്ങളും ചെയ്യുക. ഞാൻ തന്നെ ഒരു റീലിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ തിരുപ്പൂരിലേക്കും ബാംഗ്ലൂരിലേക്കും പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം. അത് ഒരു പരിധിവരെ കുറേ ആൾക്കാർ കണ്ടു. അതായത് അതെന്താന്ന് പോലും പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കാം. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യം അറിയാതെ നമ്മളൊരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫെയിലിയർ ചാൻസസ് കൂടുതലാണ്. ടെക്നിക്കലായി അറിഞ്ഞ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആവൂ എന്നുള്ള ഐഡിയ എനിക്കില്ല. അതിന് ഞാൻ എതിരാണ്. അല്ലെങ്കിൽ അവർ സക്സസ്ഫുൾ ആവും എന്നുള്ള അഭിപ്രായവും എനിക്കില്ല. പകരം നിങ്ങൾ കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്താൽ ഒന്നുകിൽ നിങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു സംരംഭത്തിലെങ്കിലും നിങ്ങൾ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഐഡിയ ഇല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ജയിക്കും, അങ്ങനെ ജയിക്കാറുണ്ട് ആളുകൾ, അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ തോൽക്കുക മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങളൊന്നും പഠിക്കാൻ പോകില്ല, കാരണം നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടാണ് ഇറങ്ങിയത്. അതാണ് എൻ്റെ ഒരു ആശയം. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ 1 മിനിറ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ബെനിഫിഷ്യൽ ആവട്ടെ എന്നാണ് എൻ്റെ ഒരു ബിഗർ വിഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വളരെ മെൻറ്ററബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുകയും അവരെ മെൻറ്റർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതൊരു യൂസ്ഫുൾ സിനാരിയോ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. ശരിയാണ്. ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പേർട്സ് വന്നാൽ മാത്രമേ, അവരെ ഫോളോ ചെയ്താൽ മാത്രമേ ആ ഒരു മേഖലയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറുള്ളൂ. റാൻഡം ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടൊന്നും എവിടെ എത്തില്ല. പിന്നെ പലപ്പോഴും വീഡിയോ, എനിക്ക് തോന്നാറുണ്ട് ഈ റിയൽ ബിസിനസ്മാൻ എവിടെയാണ് വീഡിയോ ചെയ്യാൻ സമയം കിട്ടുന്നത്? വീഡിയോ ചെയ്യാനിരിക്കുന്ന എല്ലാവരും മോസ്റ്റ്ലി ക്രിയേറ്റേഴ്സാണ്. അതെ, അവർ ഫൗണ്ടേഴ്സ് അല്ല, ഓൺടർപ്രണേഴ്സ് അല്ല. ഇത് പക്ഷേ കാണുന്നവനറിയില്ല. ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോഴാണ് ഒരു ഓൺടർപ്രണർക്ക് സമയം കിട്ടുന്നത്. എന്നിട്ടാണ് അവൻ വീഡിയോ ചെയ്യുന്നത്. അവനിൽ നിന്ന് കേൾക്കുകയാണെങ്കിൽ അത് റിയലി വെർത്തായിരിക്കും ആ ഒരു ടൈം. നമുക്ക് അടുത്തത് അബ്ബാസിൻ്റെ ഗാർമെൻറ്റ് എക്സ്പീരിയൻസിലേക്ക് വരാം. അതാണല്ലോ മെയിനായിട്ടുള്ള കോർ ഏരിയ. ഇപ്പോൾ ഒരു ഗാർമെൻറ്റ് മേഖലയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഓക്കെ, അവൻ എങ്ങനെ തുടങ്ങണമെന്നല്ല ഞാൻ ചോദിക്കുന്നത്. ആ വ്യക്തിക്ക് വേണ്ടുന്ന എന്തെല്ലാം സപ്പോർട്ട് അബ്ബാസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഗാർമെൻറ്റ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ റിയാലിറ്റി ചെക്ക് കൊടുക്കാൻ എനിക്ക് പറ്റണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഗാർമെൻറ്റ് ബിസിനസ്. ഗാർമെൻറ്റ് ബിസിനസ് നമുക്ക് വേണമെങ്കിൽ 5000-10000 രൂപയ്ക്ക് വെച്ച് തുടങ്ങാം. ഈ ബ്രാൻഡ് ബിസിനസ് ആണെങ്കിൽ കുറച്ചുകൂടി കാശ് വെച്ച് കുറച്ചുകൂടി ഒരു പാഷനേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ അവർക്കൊരു റിയാലിറ്റി ചെക്ക് കൊടുക്കുക ഫസ്റ്റ്. അതായത് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. അതുപോലെ ആളുകൾക്ക് കുറച്ചുകൂടി ഒരു റിയാലിറ്റി ചെക്ക് കൊടുത്ത് അവരെ ചെയ്യിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. വെറുതെ കുറേ കാശ് കൊണ്ടേ കളയണ്ട. കാരണം ഇപ്പോൾ ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ കാണാറുണ്ട്. ഡ്രോപ്പ് ഷിപ്പിങ്ങിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ബ്രാൻഡ് ഉണ്ടാക്കിയ ആളാണ് ജിംഷാർക്ക് എന്ന് പറഞ്ഞ് ബെന്നിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആകെ അറിയാവുന്നത് ബെന്നിനെ മാത്രമാണ്. എന്നിട്ട് അത് കണ്ടിട്ട് 10000-കണക്കിന് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് ഡ്രോപ്പ് ഷിപ്പിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ നേരെ തിരിച്ചു പറയുന്ന ഒരാളാണ്. നിങ്ങൾ സൂക്ഷിച്ച് സമാധാനത്തിൽ ആലോചിച്ച് പഠിച്ച് മാത്രം ഒരു കാര്യം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സക്സസ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. മറ്റേത് റാൻഡോ ആണ്, 1000-കണക്കിന് ആൾക്കാർ ചെയ്യുന്നു, ഒരാൾ ജയിക്കുന്നു. മറ്റേത് കുറച്ചുകൂടി 1000-കണക്കിന് ആൾക്കാർ വളരെ അപ്രോച്ചബിളായി വളരെ സമാധാനപരമായി നോക്കി ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 5-10 ആൾക്കാരെങ്കിലും സക്സസ്ഫുൾ ആവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് റിയാലിറ്റി ചെക്ക് കൊടുക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. വളരെ താല്പര്യവും വളരെ പാഷനേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ചെയ്യണ്ട എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരും തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട് ഇയാൾ ചെയ്യണ്ട എന്ന് പറയുന്നു? ബേസിക്കലി പണ്ട് നമ്മളും പറയുന്നൊരു കാര്യമാണ്, ഇഫ് യു വാണ്ട് ടു ഡൂ സംതിങ് ജസ്റ്റ് ലേൺ അബൌട്ട് ഇറ്റ് ഫസ്റ്റ്, ഗെറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് റിയലൈസ് ദാറ്റ് വെദർ യു ആർ കാപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. നമ്മളെപ്പോഴും പറയും ലൈക്ക് അത് നിനക്ക് വേണ്ടിയുള്ളതാണോ നീ അറിയണം, അതോടൊപ്പം നീ അതിന് വേണ്ടിയുള്ളതാണെന്നും കൂടെ അറിയണം. ഇത് രണ്ടും മാച്ച് ചെയ്താൽ മാത്രമേ അവിടെ സക്സസ് വരുള്ളൂ. അതർവൈസ് നമ്മൾ എഫേർട്ട് ഇടും, പക്ഷെ അത് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്ടായിട്ടുള്ള ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു ഗാർമെൻറ്റ് ബിസിനസ്സിൽ ഇപ്പോൾ മോർ ദാൻ 10-12 ഇയേഴ്സായി അബ്ബാസ് വർക്ക് ചെയ്യുന്നു. ആൻഡ് യു സെഡ് യു ഗീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഓൾ സ്റ്റാർട്ടപ്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ എന്തെല്ലാം നോക്കിയിട്ടാണ് യു ടേക്ക് ദാറ്റ് ഡിസിഷൻ വെദർ ദിസ് സ്റ്റാർട്ടപ്പ് ഈസ് ഇൻവെസ്റ്റബിൾ ഓർ നോട്ട്? ഐ മീൻസ് കൺസിഡർ തന്നെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാറുള്ളത്?
ഫസ്റ്റ് ഒരു ബ്രാൻഡ് ഫിലോസഫി ഉള്ള ഒരു സാധനമായിരിക്കും. നമ്മൾ ആദ്യം ആളല്ലല്ലോ കാണുന്നത്. നമ്മൾ റാൻഡമായിട്ട് ചിലപ്പം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആയിരിക്കും ചില കോൺസെപ്റ്റുകൾ കാണുന്നത്. ഞാനും പലപ്പോഴും പലതും കാണാറുണ്ട്. ചില ആളുകളെ റീച്ച് ഔട്ട് ചെയ്യാറുണ്ട്, എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ചില സമയത്ത്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കണം. കാരണം ഗാർമെൻറ്റ് ബിസിനസ് ഭയങ്കര വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇതിനകത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം വളരെ നല്ല സോളിഡ് ആയിട്ടുള്ളൊരു ഫിലോസഫി ബേസ്ഡ് ക്ലോത്തിങ് ബ്രാൻഡ് ആണെങ്കിൽ മാത്രമാണ് ഇനി സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു കാര്യമാണ് നോക്കും. രണ്ടാമത് ഒരു ഫൗണ്ടേഴ്സ് മെൻറ്ററബിൾ ആണോ നോക്കും. കാരണം എല്ലാ ആൾക്കാരും മെൻറ്ററബിൾ അല്ല. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എത്രത്തോളം മെൻറ്ററബിൾ ആണ്. നമ്മളെക്കാൾ വലിയ ആൾക്കാരിൽ നിന്ന് മാത്രം കേൾക്കുന്ന ആളുകളുണ്ട്, എല്ലാവരിൽ നിന്നും അഭിപ്രായങ്ങൾ കേൾക്കുന്ന ആളുകളുണ്ട്. പക്ഷെ മെൻറ്ററബിൾ ആവുക എന്ന് പറഞ്ഞത് ഒരു വലിയ ഒരു സംഭവമാണ്. അപ്പോൾ മെൻറ്ററബിൾ ആയിട്ടുള്ള ഫൗണ്ടേഴ്സാണോ നോക്കുക. പിന്നെ അവർക്ക് ഒരു MVP സ്റ്റേജിലേക്ക് എത്താനുള്ള ഒരു ഡ്രൈവും അല്ലെങ്കിൽ അതിനുള്ള ഒരു പാഷനൊക്കെ അവർക്ക് ഉണ്ടെന്ന് നോക്കി ഇനീഷ്യലി. പിന്നെ ഒരു ലോങ് ടേം പാഷനേറ്റ് ആണോ, ലോങ് ടേമിൽ അവർ പാഷനേറ്റ് ആവുമോ, അവരെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സാധാരണ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇതാണ് നോക്കണത്. ഞാനൊരു ഭയങ്കരമായ വലിയ ഇൻവെസ്റ്റർ ഒന്നുമല്ല, വളരെ സീഡ് ലെവലിൽ ഒരു 4-5ഓളം സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 സക്സസ്ഫുള്ളി റൺ ആവുന്നുണ്ട്, 1-2 കാശ് പോയിട്ടുണ്ട്, 1-2 പറയാനായിട്ടില്ലാത്ത സ്റ്റേജിലുണ്ട്. അങ്ങനെയാണ് ഇത് സംഭവിക്കണത്. ഇപ്പോൾ നമ്മൾ ഈ ഗാർമെൻറ്റ് സ്റ്റാർട്ടപ്പ്സ് ഒരുപാട് വരുന്നുണ്ട്. പലരും നേരത്തെ പറഞ്ഞ പോലെ തിരുപ്പൂർ പോകുന്നു, ക്ലോത്ത് എടുക്കുന്നു, മെറ്റീരിയൽ എടുക്കുന്നു, കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, ആഡ്സ് റൺ ചെയ്യുന്നു. ഇത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ അവിടെ ഇപ്പോൾ അബ്ബാസ് പറഞ്ഞ പോലെ ഒരു ഫിലോസഫിയുടെ റെലവൻസ് എന്താണ്? എന്തിനൊരു സ്റ്റോറി വേണം, എന്തിനൊരു പർപ്പസ് വേണം? ഹൗ ക്യാൻ യു മേക്ക് യുവർ പ്രോഡക്റ്റ് സ്റ്റാൻഡ് ഔട്ട് ഫ്രം അതേഴ്സ്? ഹൗ ഓഡിയൻസ് ക്യാൻ ഐഡൻറ്റിഫൈ യു ഈവൺ ഇൻ ദി ക്രൗഡഡ് കൊമേഴ്സ് ഫീൽഡ് അല്ലെങ്കിൽ ഗാർമെൻറ്റ് ഫീൽഡ്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഗൈഡൻസ് തരാൻ പറ്റും? കസ്റ്റമർ എപ്പോഴും സോൾവ് ചെയ്യാൻ നോക്കുന്നത് പ്രോബ്ലമാണ്. അതെ, കസ്റ്റമർ ആളുകൾ ഞാൻ എന്ത് വാങ്ങണം, അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയേക്കാം എന്നൊന്നും ആരും തീരുമാനിക്കില്ല. ഇന്ന് എനിക്കൊരു കല്യാണമുണ്ട്, അതിനെനിക്ക് നല്ലൊരു ഷർട്ട് വേണം. ഇതാണ് കസ്റ്റമറുടെ പ്രോബ്ലം. അപ്പോൾ അയാളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം എത്രയാണ് അതനുസരിച്ച് അയാളുടെ ലൊക്കാലിറ്റിയിലോ അല്ലെങ്കിൽ അയാൾ ഒരു അവിഡ് ഡിജിറ്റൽ യൂസർ ആണെങ്കിൽ അയാൾ സോഷ്യൽ മീഡിയയിലോ പോയി സെർച്ച് ചെയ്യുന്നു ഒരു സെറിമോണിയൽ ഷർട്ടിന് വേണ്ടി. അപ്പോൾ അത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ സെറിമോണിയൽ ഷർട്ട് ഡിജിറ്റലി ആണെങ്കിൽ അത് ഓൺലൈനിൽ പൊന്തി വരാനുള്ള ഒരു സിസ്റ്റം ഒക്കെ ഉള്ള ഒരാൾക്ക് ആ ഓപ്പർച്യൂണിറ്റി ക്യാച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ലൊക്കാലിറ്റിയിൽ ചെയ്യുമ്പോൾ ആ സെറിമോണിയൽ ആയിട്ടുള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് എന്നുള്ള ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിലാണ് ഒരാളോട് പ്രോപ്പറായിട്ടുള്ള ആൾക്കാരോട് പോകുള്ളൂ. എല്ലാം കൂടി കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ് പോയിട്ട് എന്തായാലും നമ്മൾ ഷർട്ട് മേടിക്കില്ല. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ആവാതിരിക്കുക ഫസ്റ്റ്. ക്ലോത്തിങ് ബ്രാൻഡ് ഒരു സൂപ്പർ മാർക്കറ്റ് ആവാതിരിക്കുക ഫസ്റ്റ് കാര്യം. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി നിർബന്ധമാണ്. നമ്മൾ കാഷ്വൽ ബ്രാൻഡാണെങ്കിൽ കാഷ്വൽസ് ഉണ്ടാക്കുക. നമുക്ക് ലീവൈസ് എന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ തന്നെ? ജീൻസ് മാത്രമേ ഓർമ്മ വരുള്ളൂ. മറ്റെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. മറ്റേ ലൂയി ഫിലിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോർമൽ വൈബ് എന്തുകൊണ്ടാണ് വരുന്നത്? അവർ കോൺഷ്യസ്ലി ആ ഇമേജ് സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ്, അതിനുവേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇമേജുള്ള ബ്രാൻഡുകൾ കേരളത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ വരുന്നില്ല? അപ്പോൾ നമ്മൾ എല്ലാം ചെയ്യാൻ നോക്കുന്നത് നമ്മൾ പ്രോഫിറ്റബിലിറ്റിയുടെ പുറകെയാണ്. നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടപ്പ് ആയിരിക്കും, പക്ഷെ അത് ചെയ്തു വരുമ്പോൾ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ആവും. അതിൻ്റെയൊക്കെ അത് അനുഭവസ്ഥരാണ് നമ്മളൊക്കെ അല്ലേ. നമ്മൾ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫണ്ട് ചെയ്യുന്ന, നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതിൽ നിന്നൊരു ബിസിനസ് നടത്തി അതിന് 10 രൂപ കിട്ടി അതുകൊണ്ട് ജീവിച്ച് തീർക്കാവുന്ന രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ ബിസിനസ്സാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല, നമ്മൾ കുറച്ച് ലോങ് വിഷനുള്ള അല്ലെങ്കിൽ ഒരു ലോങ് ടേം വിഷനുള്ള ഒരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആദ്യം നമുക്ക് ആ ക്ലാരിറ്റി വേണം. അപ്പോൾ എഗെയിൻ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ക്ലാരിറ്റി വേണം. നമ്മൾ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഇട്ട് അവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഹോൾസെയിൽ ഔട്ട്ലെറ്റ് ഇടാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വാങ്ങിക്കൊണ്ട് റീട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹോൾസെയിൽ ചെയ്യാം, അങ്ങനെ പല രീതിയിലും ചെയ്യാം. പക്ഷേ ക്ലോത്തിങ് ബ്രാൻഡ് ബിസിനസ് എന്ന് പറഞ്ഞത് കുറച്ച് സമയമെടുത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു പരിപാടിയാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തുകൊണ്ട് ഡിസ്റ്റിങ്റ്റീവ് സ്വഭാവം വേണം. കോപ്പി ക്യാറ്റ്സ് ചെയ്യുന്നതുകൊണ്ട് കോപ്പി ക്യാറ്റ്സ് വർക്ക് ചെയ്യും ആക്ച്വലി, പക്ഷേ കൗണ്ടർ ഫീറ്റിംഗ് വർക്ക് ചെയ്യില്ല. യു ക്യാൻ കോപ്പി ആൻഡ് ഇൻസ്പയർ ഓൾ ദാറ്റ് യു വാണ്ട്. ഇപ്പം ബോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇൻ്റർനാഷണലി ഉള്ള എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഇൻസ്പയർഡ് വേർഷൻസാണ് ഇറക്കുന്നത്. ഭയങ്കര സിമിലാരിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ അവർ ബോട്ട് എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. അവർ ആ ബ്രാൻഡിൻ്റെ പേര് വെച്ചിട്ട് വിൽക്കുന്നതിനാണ് കൗണ്ടർ ഫീറ്റിംഗ് എന്ന് പറഞ്ഞത്. കള്ളനോട്ട് അടിക്കുന്നതും കള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതും ഒരുപോലെയാണെന്ന് ശക്തമായ രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കള്ളനോട്ട് അടിക്കുന്നതും കള്ള പ്രൊഡക്റ്റ് വെക്കുന്നതും അങ്ങനെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നമ്മുടെ കാറിൽ വെക്കുന്ന എഞ്ചിൻ്റെ ഒരു പാർട്ട് പോയി കഴിഞ്ഞാൽ അത് ഒറിജിനലാണ് നമ്മൾ ഉറപ്പുവരുത്താറില്ലേ? എന്താ കാരണം? അത് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഇടിച്ച് മരിക്കും എന്നുള്ള സാധ്യത നമുക്കറിയാം. നമ്മൾ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു കുടിക്കാൻ മേടിച്ചു കൊടുക്കുന്ന സാധനം
ഒറിജിനലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ഒറിജിനലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. പക്ഷേ ഡ്രസ്സ് ഇടുമ്പോഴും കണ്ണട വെക്കുമ്പോഴും കോപ്പി മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് അത് ശരിയാണോ? അല്ല. ഡ്രസ്സ് ഇടുമ്പോഴും കണ്ണട വെക്കുമ്പോഴും ഷൂ ഇടുമ്പോൾ മാത്രം ആ ആറ്റിറ്റ്യൂഡ് എങ്ങോട്ട് പോകുന്നു? ഇത് എത്ര വലിയൊരു ഇമ്പാക്റ്റാണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കോപ്പി ക്യാറ്റ് എക്കണോമി അല്ലെങ്കിൽ കോപ്പി ക്യാറ്റ് എക്കണോമി ഈസ് ഡിഫറെൻറ്റ് ആക്ച്വലി. കൗണ്ടർഫീറ്റ് എക്കണോമി എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങളൊരു ആർമി ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ത്രെറ്റാണ് കൗണ്ടർഫീറ്റ് എക്കണോമി. ഫുൾ ടെററിസം ഫണ്ട് ചെയ്യുന്നത് കൗണ്ടർഫീറ്റ് എക്കണോമിയാണ്. 100% ടെററിസം ഫണ്ട് ചെയ്യണത് അതിൻ്റെ ഒരു മേജർ പാർട്ട് പോകുന്നത് കൗണ്ടർഫീറ്റ് എക്കണോമിയാണ്. കാരണം എവിടുത്തെ കാശ് പോവാ? ഞാൻ നാളെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കേരളത്തിൽ തൃത്താല എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലിരുന്ന് ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കാശിൻ്റെ സോഴ്സ് എവിടെയാണ്? തൃത്താലയിലാണ്. ഞാനിത് ലോകത്തിൻ്റെ ഏത് പാർട്ടിൽ കൊണ്ട് വിറ്റാലും ഈ കാശ് തിരിച്ച് തൃത്താലയിലേക്ക് എത്തും അല്ലേ? ഈ കൗണ്ടർഫീറ്റ്സ് എവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കണേ? ചൈന. അപ്പോൾ ചൈന അല്ലെങ്കിൽ ഇപ്പോൾ കൗണ്ടർഫീറ്റ് നോട്ട്സ്, ഇന്ത്യൻ നോട്ട്സ് എവിടെ നിന്ന് വരുന്നത്? പാകിസ്ഥാൻ. ഈ കൗണ്ടർഫീറ്റ് നോട്ട്സ് ലോകത്ത് മൊത്തം സർക്കുലേറ്റ് ചെയ്തതിൻ്റെ എൻഡ് ബെനിഫിറ്റ് എവിടേക്ക് എത്തുക? പാകിസ്ഥാനിലേക്കാണ് എത്തുക, അല്ലെങ്കിൽ ചൈനയിലേക്കാണ് എത്തുക. ഇന്ത്യയുടെ ഏറ്റവും വലിയ 2 ശത്രുക്കളാരാണ്? ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ അതാണ്. അങ്ങനെ തന്നെയാണ് ഗ്ലോബലി മൊത്തത്തിൽ നടക്കുന്നത്. ഇനി അത് പറഞ്ഞതിൻ്റെ പേരിൽ വല്ല ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടെങ്കിൽ ആർമിക്കാരൻ്റെ പോഡ്കാസ്റ്റിലായതുകൊണ്ട് ധൈര്യത്തിൽ പറഞ്ഞ മനസ്സിലായത്. അപ്പം കൗണ്ടർഫീറ്റ് അത് വേറൊരു കാര്യം. കോപ്പി ക്യാറ്റ്സ് ബിസിനസ്സുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ദ ഓർഡിനറി എന്നുള്ളതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ മിനിമലിസ്റ്റ് ദ ഓർഡിനറി എന്ന് പറഞ്ഞിട്ട് വെക്കുന്നില്ലല്ലോ. ഇറ്റ് ഈസ് ഓക്കെ. ഇപ്പം ഇറ്റ് ഈസ് ഓക്കെ. അതിനകത്തൊരു ചെറിയ ഒരു എത്തിക്കൽ വരയുണ്ട് ഇടയിൽ. പക്ഷേ എങ്കിലും സ്റ്റിൽ ഓക്കെ ആണത്. ഇപ്പം ആമസോൺ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ കോപ്പിയാണ് നമ്മൾ ലോകത്ത് കാണുന്ന എല്ലാ ഇ-കൊമേഴ്സ് ബിസിനസ്. എന്ന് പറഞ്ഞ് ഞാൻ ആമസോണാണ് ലോകത്ത് ആദ്യമായിട്ട് ഇ-കൊമേഴ്സ് ബിസിനസ് ഉണ്ടാക്കി, അതുകൊണ്ട് ഞാൻ എത്തിക്കലി അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിരിക്കലേ ഉണ്ടാവുള്ളൂ. സോ അതിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ മറ്റൊരാളുടെ പണമോ സമ്പത്തോ അപഹരിക്കില്ല എന്നുള്ള ഒരു എത്തിക്സ് ഉണ്ടല്ലോ, അത് തന്നെ ആയിരിക്കണം അയാളുടെ കോപ്പി റൈറ്റ്സും ട്രേഡ് മാർക്കും ഒന്നും അപഹരിക്കില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വേണ്ടേ. ഇപ്പോൾ അബ്ബാസ് നേരത്തെ പറഞ്ഞിരുന്നു, അബ്ബാസ് നമ്മുടെ ഓൾ കേരള ഗാർമെൻറ്റ് മെർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹിയാണെന്ന് പറഞ്ഞിരുന്നു. അതും ഒരുപാട് വർഷങ്ങളായിട്ട്. എങ്ങനെയാണ് ഈ ഒരു സ്ഥാനത്ത് എത്തിപ്പെട്ടത്? അതോടൊപ്പം തന്നെ ഹൗ ഡു യു ഫീൽ നമ്മുടെ കേരളത്തിലെ ഗാർമെൻറ്റ് ബിസിനസ് മെർച്ചൻസ് അവരെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എത്ര പേര് ഡിജിറ്റലി എംപവേർഡ് ആണ്? എത്ര പേര് സ്റ്റിൽ ട്രഡീഷണൽ റൂട്ട്സിലാണ്? അതുപോലെ തന്നെ എത്ര ന്യൂ പ്ലെയേഴ്സിന് ഇവിടെ മാർക്കറ്റിൽ സ്കോപ്പ് ഉണ്ട്? എക്സിസ്റ്റിംഗ് ആൾക്കാർ പ്രോഫിറ്റബിൾ ആണോ? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ടു ബി പ്രിസൈസ്, അത് സൗത്ത് ഇന്ത്യൻ ഗാർമെൻറ്റ്സ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷനാണ്. സൗത്ത് ഇന്ത്യയുടെ ഒരു സംഘടനയാണ്. കുറേ ആളുകൾ അല്ലെങ്കിൽ മെജോറിറ്റി മലയാളികളായതുകൊണ്ട് ഒരു ഓൾ കേരള സ്വഭാവം അതിനുണ്ടെന്ന് മാത്രം. അതിനകത്ത് ഭാരവാഹി ആകുന്നത് സാധാരണ മെമ്പറായിട്ട് വരികയും നമ്മൾ പിന്നീട് അതിലെ ഇലക്ഷനിലൊക്കെ പങ്കെടുക്കുകയും ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒരു റൗണ്ടിൽ പ്രസിഡന്റ് വരെയും ചെയർമാൻ വരെ എത്തുകയും പിന്നീട് 2 വർഷം ബ്രേക്ക് എടുത്ത് ഇപ്പോൾ കറൻ്റ്ലി വൈസ് പ്രസിഡൻ്റായിട്ട് സെർവ് ചെയ്യുകയാണ്. അങ്ങനെ സമയത്തിൻ്റെ സൗകര്യമനുസരിച്ചാണ് അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെഡറേഷൻ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ സംഘടനകളുടെ ഒരു സംഘടനയുണ്ട് കേരളത്തിൽ. എല്ലാ സംഘടനകളുടെയും ഒരു അംബ്രല്ല അസോസിയേഷൻ പോലെ അതിലും 2 വർഷം ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ വളരെ എമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിൻ്റെ കൂടെ, എസ്പെഷ്യലി TS പട്ടാഭിരാമൻ സ്വാമി, അല്ലെങ്കിൽ അനസ് മനാറ, കള്ളിയത്ത് ഫാമിലിയിലുള്ള നമ്മുടെ ഹുമയൂൺ കള്ളിയത്ത്, അദ്ദേഹത്തിൻ്റെ ഒക്കെ കൂടെയുള്ള ജോഹർ ടാംപ്ടൺ, അവരുടെ കൂടെയൊക്കെ ഇരിക്കാനുള്ള ഗെയിൻ ഫോഗട്ട്, നിഷാദയൊക്കെ മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അവരുടെ കൂടെ കുറച്ച് കാലം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം അസോസിയേഷനിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അഗെയിൻ ഒരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആണ്. നമ്മളുടെ വിഷൻ അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതിയെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ സിഗ്മയിലേക്ക് വരികയാണെങ്കിൽ, സൗത്ത് ഇന്ത്യൻ ഗാർമെൻറ്റ്സ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു ട്രേഡ് അസോസിയേഷനാണ്. നമ്മളുടെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷൻ എന്ന് പറയുന്നത് എല്ലാം ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയാണല്ലോ. ഒരു യൂണിറ്റി, എല്ലാവരും ഒരുമിച്ച് വരുന്നു, ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എന്താ പറയുക അഭിമുഖീകരിക്കാനും അതുപോലെ തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ഇവൻറ്റ്സൊക്കെയാണ് നടത്തുന്നത്. അസോസിയേഷനായിട്ട് ഫെയറുകളും ഗാർമെൻറ്റ് ഫെയറുകളും ഇൻ്റർനാഷണലും നാഷണലും സ്റ്റേറ്റ് ലെവലിലൊക്കെ നടത്താറുണ്ട്. അതൊക്കെയാണ്. പിന്നെ ഇത്തരം അസോസിയേഷനിലുള്ള ഈ ഡിജിറ്റലൈസിങ് സിനാരിയോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡിജിറ്റൽ അവേഷനുള്ള ആളുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മാനുഫാക്ചറേഴ്സ് എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ ഈ ഗാർമെൻറ്റ്സ് മാത്രമല്ല, എല്ലാ മാനുഫാക്ചറേഴ്സിനും പൊതുവേ ഒരു ഡിജിറ്റൽ അവേഷനുണ്ട്. ഒന്നുകിൽ വളരെ ഡിജിറ്റലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്രോ ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഒട്ടും താല്പര്യമില്ലാത്ത ആളുകളെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഒരു അജ്ഞതയുടെ കാരണമായിരിക്കാം. പക്ഷേ അത് മാറ്റം വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ആ ബസ്സൊക്കെ പോയി, മാറ്റത്തിൻ്റെ ബസ്സൊക്കെ പോയി എന്നാണ് വിചാരിക്കുന്നത്. 2025 2026 ആയി.
ഇപ്പോൾ നിങ്ങൾക്കൊരു ഓൺലൈൻ ബിസിനസ് ഇല്ല, അത് നമ്മൾ ചെയ്യുന്ന പ്രൈമറി ബിസിനസ് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും രൂപത്തിൽ ഒരു ഓൺലൈൻ ബിസിനസ് ഇല്ല, ഒരു ഷോപ്പിഫൈയുടെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ നമ്മുടെ ഫോണിൽ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബസ്സൊക്കെ പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇപ്പോഴും ചെയ്യാം. ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു പ്രൈം ടൈം പറയാം 2000 ഒരു 8-10 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇ കൊമേഴ്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായി. ഫ്ലിപ്കാർട്ട് ഒരു റെവല്യൂഷൻ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് ബിസിനസ്സുകൾ വരുന്നു. 2015 ശേഷം അത് D2C ഡയറക്റ്റ് ടു കൺസ്യൂമർ റെവല്യൂഷനിലേക്ക് വരുന്നു. നമ്മൾ ഈ നേരത്തെ സംസാരിച്ച മിനിമലിസ്റ്റ് ആവട്ടെ, ബോട്ട് ആവട്ടെ, ഇതൊക്കെ അതിൻ്റെ ഒരു പ്രൊഡക്റ്റുകളാണ്. ഇപ്പോൾ അതിനെ ക്വിക്ക് കൊമേഴ്സ് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ടുള്ള 10 മിനിറ്റിൽ ആളുകളെ ശീലമടക്കാക്കുന്ന രീതിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് എല്ലാ 5 വർഷത്തിലും ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ കൊമേഴ്സ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലൂടെ സെല്ല് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ആളുകൾ 10 മിനിറ്റിലാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ ബിസിനസ്സുകൾ എൻറിച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഫ്യൂച്ചർ കുറച്ചുകൂടി ഭദ്രമാക്കാനും ഒക്കെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. എത്രത്തോളം ഈ മാനുഫാക്ചേഴ്സ് ഇതിലേക്ക് മാറുന്നുണ്ട്? ഒരു പെർസെൻറ്റേജ്, റഫ് പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ. ഞാൻ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ്, മാറിയ ആൾക്കാർ നല്ലോണം നമ്പേഴ്സ് ചെയ്യുന്നുണ്ട്, ഹ്യൂജ് നമ്പേഴ്സ്, ഹ്യൂമങ്കസ് നമ്പേഴ്സ് ചെയ്യുന്നുണ്ട്. മാറാത്ത ആൾക്കാർ, മാറാൻ ശ്രമിച്ച ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് കാലം ശ്രമിക്കും, ഒരു 3 to 6 മാസം. 3 to 6 മാസം ശ്രമിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട്, നമ്മളൊരു മണി മേക്കിംഗ്, ഒരു ക്യാഷ് കൗ സ്വഭാവമുള്ളൊരു ബിസിനസ് എന്നാണ് വരുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഒരു ഓയിലിട്ടാൽ ഓടുന്ന ഒരു മെഷീൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്യാഷ് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഈ ഗോട്ട് ദ പോയിന്റ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഉള്ളപ്പോൾ അതിന്ന് കുറച്ച് കാശ് എടുത്ത് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് ഈ കാശ് കളയണമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വരും. ക്ലാരിറ്റി ഇല്ല. അല്ല, ആ ആറ്റിറ്റ്യൂഡ് വരും. നമ്മൾ എന്തിനാണ് വെറുതെ കാശ്? അപ്പം ഒരു MVP എത്താൻ അല്ലെങ്കിൽ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റിലേക്കോ പ്രൊജക്റ്റിലേക്കോ എത്താൻ ഉള്ള ഒരു ക്ഷമ പലപ്പോഴും അവർ കാണിക്കാറില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം ട്രൈ ചെയ്തിട്ട് അത് വേണ്ടെന്ന് പറയും. നമ്മളെപ്പോഴും വിചാരിക്കുക ആ കൺസൾട്ടൻറ്റ് പറഞ്ഞിട്ടല്ലേ, അയാൾ കാശുണ്ടാക്കാൻ, ആ കാശ് അടിച്ചു മാറ്റാനുള്ളൊരു മെത്തേഡായിരിക്കും എന്ന് വിചാരിച്ച് നമ്മളതങ്ങനെ അവസാനിപ്പിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മെറ്റയ്ക്ക് പൈസ കൊടുക്കുന്നു. അതൊക്കെ ഇത് 2-3 ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ലൈഫ് സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അതാണ് നല്ലത്. അത് അവരതിൻ്റേതായ വഴികൾ ഫിഗർ ഔട്ട് ചെയ്യും. ഡിജിറ്റൽ ഫസ്റ്റ് അപ്രോച്ചുള്ള ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് രീതികൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് രീതികളിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതിലേക്ക് പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ബിസിനസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞില്ല, ബിസിനസ് ചെയ്യേണ്ടെന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഇനി അഥവാ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കേണ്ടത്, എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു കാശ് കിട്ടിയാൽ മതി, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ് സെലക്ട് ചെയ്യാം. നമ്മൾ ലോകം നന്നാക്കാൻ ഇറങ്ങണ്ട, നമ്മളത് മാത്രം ചെയ്താൽ മതി. നേരെ കുറച്ച് നമ്മളൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കി അടങ്ങും, എനിക്ക് ഉണ്ടാക്കേണ്ടത് വെൽത്താണ്, തൽക്കാലം എൻ്റെ കാര്യങ്ങൾ നടക്കുകയല്ല എങ്കിൽ അത് സ്റ്റാർട്ടപ്പാണ് അതിനൊരു സൊല്യൂഷൻ. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന, ടെക്നോളജി ബാക്ക്ഡായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന, വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, വലിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഏതെങ്കിലും ബിസിനസ് മേഖലയെ തിരഞ്ഞെടുക്കുകയും അതിൽ സ്കെയിൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. ഇത് രണ്ടും അല്ലാതെയും, അല്ലെങ്കിൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ട്. പിവട്ട് ചെയ്ത് മാറുന്ന രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 8ാം ക്ലാസ്സും ക്രിസ്ത്യമുള്ള ആൾ കോടീശ്വരനായ കഥ കേട്ട് സ്കൂൾ പഠിപ്പ് നിർത്തുന്ന ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ വളരെ പ്ലാൻഡായിട്ട് പോയാൽ മാത്രം. ലോകം വർക്ക് ചെയ്യുന്ന ആരുടെയൊക്കെയോ പ്ലാനിൽ തന്നെയാണ്. ഇതൊന്നും റാൻഡമായി നടക്കുന്ന ഒരു ബിഗ് ബാങ് തിയറിയിലൊക്കെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇതെല്ലാം ഒരു ബിഗ് ബാങ് തിയറി എല്ലാ ആഴ്ചയും നടക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ആരൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ ഇത് മൊത്തത്തിൽ ആരുടെയൊക്കെയോ പ്ലാനാണ്. ആ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു വിധത്തിൽ ബിസിനസ്സോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ ഉണ്ട്. ഇല്ലെങ്കിൽ എഡ്യൂക്കേഷനും ബിസിനസ്സൊക്കെ അറിയുന്ന ആളുകളെ കാശ് കൊടുത്ത് അവർ ഇരുത്തിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക. അതെ. അബ്ബാസ്, നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ച കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. അതായത് അബ്ബാസിൻ്റെ എക്സ്പീരിയൻസും പൊസിഷൻസും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളും ഈവൻ എഡ്യൂക്കേഷൻ ഓൾസോ, ഇതെല്ലാം ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ആണ്, വളരെ വാല്യൂ അഡീഷൻ ഉള്ള കാര്യങ്ങളാണ്. ഇനി എനിക്ക് വൺ മോർ ടൈം ഈ 1 minute MBA എന്താണ്, എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ്, ഒന്ന് സിമ്പിളായിട്ട് പറയാമോ? 1 minute MBA ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓൾറെഡി മില്യണറായ, ഇനി മില്യണർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പോ ബിസിനസ്സോ ലൈഫ് സ്റ്റൈലോ എന്തുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെട്രിക്സുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻ ഉണ്ട്. അതിനെ ആളുകളിലേക്ക് റൈറ്റായിട്ടുള്ള രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് 1 minute MBA. എന്തുകൊണ്ട് ബിസിനസ് അറിയണം അല്ലെങ്കിൽ ബിസിനസ് കൊണ്ട് മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ബിസിനസ്സാണ്. അതുകൊണ്ട് ബിസിനസ് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ അതിനെ കോംപ്രിഹെൻസീവായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുമായിരിക്കും. അതിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കരിയറിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാൻ സഹായിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ്
അത് ഓഫർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ടേക്കിംഗ് ദാറ്റ് ഇനീഷ്യേറ്റീവ്. അതായത് മാർക്കറ്റിൽ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഓൺടർപ്രനേഴ്സ് വരേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ കൂടുതലും കേട്ടുവരുന്നത് ഫെയിലിയർ സ്റ്റോറീസ് ഓഫ് സ്റ്റാർട്ടപ്സ് ആണ്. എൻ്റെ മകൻ ബിസിനസ് ചെയ്തു, അവൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയി, ഇപ്പോൾ അവൻ ജോലിക്ക് പോവാണ്, അത് കേൾക്കുന്ന അവൻ്റെ കൂട്ടുകാർ. അപ്പോൾ ഫെയിലിയർ സ്റ്റോറീസ് നമ്മളറിയാതെ മാർക്കറ്റിൽ ഒരുപാട് കറങ്ങി നടക്കുന്നുണ്ട്. ഒരുപാട് പേരെ ഡിസെൻകറേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ സ്ട്രക്ചേർഡ് ആയിട്ടല്ല ചെയ്തത് എന്നുള്ള യാഥാർത്ഥ്യം മറ്റുള്ളവർക്ക് അറിയില്ല. അവർ പഠിച്ചിട്ടില്ല, അവർ റിസർച്ച് ചെയ്തിട്ടില്ല, അവർ ഹോംവർക്ക് ചെയ്തിട്ടില്ല. ഒരു ദിവസം പെട്ടെന്ന് അവരുടെ പ്രൊഫൈലിൽ CEO ആൻഡ് ഫൗണ്ടർ ഓഫ് സംതിങ്. എക്സാക്ട്ലി. ഇന്നലെ വരെ സിനിമയും കണ്ട് കിടന്ന് അവൻ പെട്ടെന്ന് ഒരു ദിവസം എന്തോ ആയി മാറി. അപ്പോൾ ആർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പല ഫെയിലിയേഴ്സ് വരുന്നത്. അപ്പോൾ താങ്കളെപ്പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാർ വന്ന് ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദാറ്റ് ഇനീഷ്യേറ്റീവ് ആൻഡ് അഗെയിൻ താങ്ക് യു ഫോർ ജോയിനിങ് അസ് ഫോർ ദിസ് പോഡ്കാസ്റ്റ്. എന്തായാലും താങ്കളുടെ എല്ലാ സംരംഭങ്ങൾക്കും എല്ലാ രീതിയിലുള്ള ആശംസകളും നേരുന്നു. ആൻഡ് വി ആർ ക്ലോസിങ് ദിസ് പോഡ്കാസ്റ്റ്. എനി മെസ്സേജ് യു വാണ്ട് ടു ഗിവ് ബിഫോർ ഐ ക്ലോസ്? Nothing. Thank you for having me in the first of all. And I was not doing very well physically, but still I tried to put out what I actually meant. Like 1 minute MBA എന്തിനാണ്, അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങളുടെ ആവശ്യകത എന്താണെന്നൊക്കെ. As I mentioned earlier, നമുക്ക് ഒരു I'm privileged to have the education that I had. I'm privileged to have the position that I have today. So നമുക്ക് എന്തെങ്കിലും രീതിയിൽ അത് സൊസൈറ്റിയിലേക്ക് കൊടുത്ത് ഒരു ബെനിഫിറ്റ് സൊസൈറ്റിക്ക് ഉണ്ടായാൽ, അതുപോലെ തന്നെ എൻ്റെ ഒരു ബിഗർ വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10-12 ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. ഒരു 4-5 ചെയ്തിട്ടുണ്ട്, അതിനകത്ത് 1-2 നന്നായിട്ട് പോകുന്നുണ്ട്. ഇവഞ്ച്വലി എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ റീല് കാണുന്ന ആളുകളിൽ നിന്ന് നാളെ ചിലപ്പോൾ ഒരുപാട് ബിസിനസ്സുകൾ വരാം. അതിലൊക്കെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ മൈ വിഷൻ വിൽ ബി സക്സസ്ഫുൾ. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് മീ ഹിയർ ഓൺ ദ ഷോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അബ്ബാസ്. ഇത്ര നേരം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ബാസ് ആണ്, അബ്ബാസ് അധറ. കഴിഞ്ഞ 12 വർഷമായിട്ട് ഗാർമെൻറ്റ് ബിസിനസ്സിലെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ കേട്ടു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം. ബിസിനസ് എന്ന് പറയുന്നത് ആർക്കും ചാടിക്കറി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം എ ബിസിനസ് ഡ്രൈവ്സ് എക്കോണമി ഡ്രൈവ്സ് എ നേഷൻ. ഓക്കെ, സോ ലോകത്ത് നടക്കുന്ന എല്ലാം ഈ ഇക്കോണമിയും ഈ ബിസിനസ്സിനും വേണ്ടിയൊക്കെ തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ പീപ്പിൾ വിത്ത് ഗ്രേറ്റ് മൈൻഡ്, ഗ്രേറ്റ് വിഷൻ ആൻഡ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. ബട്ട് അഗെയിൻ ലെറ്റ് മി ടെൽ യു, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേണി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് ടു ബിക്കം എ businessman or a successful entrepreneur. So pursue that with the right tools, with the right knowledge, with the right people. അപ്പോൾ അങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതിനു മുന്നേ ഞാൻ അദ്ദേഹത്തിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോന് താഴെ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. 1 minute MBA is going to change many things in your life from today. Okay, so wish you all the very best once again and see you in the next podcast. Take care.